കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. LDF ജനദ്രോഹ നടപടികൾക്കെതിരെയും അവകാശ നിഷേധത്തിനെതിരെയും KSSPA സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ നയിക്കുന്ന ജീവിത സമരയാത്ര ഉത്തരമേഖലാ ജാഥയ്ക്ക് വണ്ടൂർ ഏർനാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകി. AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സംഘടനകൾ, സർവീസ് സംഘടനകൾ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് KSSPA എന്ന് പറയുന്നതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ് ആ രീതിയിലാണ് KSSPA നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉയർത്തുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ ഏറ്റവും അനുഭാവപൂർവ്വം നമ്മൾ പരിഗണിക്കും എന്നുള്ള കാര്യം സംശയമില്ല. ഇവിടെ സൂചിപ്പിച്ചത് ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാണ് നമ്മൾ നിൽക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ്. ആ മാറ്റം വളരെ വലിയ രീതിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പടുത്ത നേതാക്കൾ ഉൾപ്പെടെ ഇന്ന് ആ പാർട്ടിയോട് വിട പറയുന്ന സാഹചര്യം പ്രാദേശിക തലങ്ങളിൽ പോലും പാർട്ടിക്കകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഭരണത്തിൽ നിന്നുള്ള പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പടിയിറക്കം മാത്രമല്ല, പാർട്ടിയുടെ തകർച്ചയിലേക്കുള്ള തുടക്കം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പരാജയം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രമാത്രം പാർട്ടിക്കകത്ത്, CPM-നകത്ത് അന്തസംഘർഷങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, പരസ്പരമുള്ള പ്രശ്നങ്ങളൊക്കെ ഇന്ന് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ നേതാക്കൾ മുമ്പ് പലപ്പോഴും കോൺഗ്രസിനെ കുറിച്ചൊക്കെ ആശയം പറയുന്നു. ഉത്തരേന്ത്യയിൽ ചിലരൊക്കെ പാർട്ടി മാറിപ്പോകുമ്പോൾ അതിനെ പരിഹസിക്കുന്നവരുണ്ട്. ഇന്ന് എന്റെ കൂടെ 15 വർഷക്കാലം MLA ആയിരുന്ന CPM-ന്റെ MLA ആയിരുന്ന രാജേന്ദ്രൻ ഇന്ന് CPM-ല്ല, BJP-യിലാണ്. അതുപോലെ തന്നെ മറ്റു പലരും, അജിത്ത് എന്ന് പറയുന്ന വൈക്കത്തെ CPI-യുടെ MLA, അതേ MLA ആയിരുന്ന സമയത്ത് ഞാൻ നിയമസഭയിലും, അതേ ഇന്ന് BJP-യിലാണ്. അങ്ങനെ CPM-ന്റെ MLA-മാർ, CPI-യുടെ MLA-മാർ ഇന്ന് പാർട്ടി വിട്ട് BJP-യിലേക്ക് പോകുന്ന സാഹചര്യം, സുധാകരനെ പോലെയുള്ള കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ പാർട്ടിയിൽ ഇന്ന് നിലനിൽക്കാൻ കഴിയാത്ത അന്തരീക്ഷം. അതുകൊണ്ട് മെയ് മാസത്തിൽ 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ പടിയിറക്കം മാത്രമല്ല, പാർട്ടിയുടെ ശക്തമായ തകർച്ചയായിരിക്കും കാണാൻ കഴിയുക. ഇനി ഒരിക്കലും പാർട്ടിക്ക് തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ പാർട്ടി തകർന്നു പോകുന്ന ചിത്രമായിരിക്കും മെയ് മാസത്തിന് ശേഷം കേരളത്തിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ആനുകൂല്യങ്ങൾ മുഴുവൻ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. വണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് KT ആലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. KSSPA സംസ്ഥാന പ്രസിഡന്റ് AP വേലായുധൻ, വൈസ് പ്രസിഡന്റ് T വിനയദാസ്, സംസ്ഥാന സെക്രട്ടറി PC സുരേന്ദ്രൻ, DA ഹരിഹരൻ, KV വിജയകുമാർ, മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KC കുഞ്ഞിമുഹമ്മദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PT ഗോപാലകൃഷ്ണൻ, P ഉണ്ണികൃഷ്ണൻ, KSSPA വണ്ടൂർ നിയോജക മണ്ഡലം സെക്രട്ടറി C മെഹബൂബ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P ജബീബ് സുക്കീർ, NK രാജേന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. വണ്ടിക്കൂലി വെറുതെയാവില്ല. ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ്. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്.